അതായത് ഒരു പ്ലെയിൻ ടോപ്പ് നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടെ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള ഇതുപോലെ ഒരു ബ്രഷാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപോലെ പെൻസിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമ്മളിതുപോലെ ടോപ്പ് ഒരു പ്ലെയിൻ ടോപ്പായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാൻ പെൻസിൽ വെച്ച് ട്രയാങ്കിൾ ഷേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് ഇതിലേക്ക് വരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് തന്നെ കാണിക്കാം. ഇതുപോലെ പെൻസിലാണ് കേട്ടോ എടുക്കേണ്ടത്. പെൻസിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പെന്നൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് മായില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ് ഓരോരോ ഇത് വരച്ചെടുത്തിട്ടുള്ളത്. ഈ എൻഡിലുള്ളത് ഡിസൈൻ എങ്ങനെ ഉണ്ടാവും ഒന്ന് നമ്മൾ നേരെയാണെങ്കിൽ മറ്റേ തല തിരിച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരച്ചെടുത്തത്. ഈ ഒരു ഭാഗത്ത് എല്ലാം ഒരേ ഇതിൽ വരുന്ന ഇതിലാണ് കേട്ടോ. കോൺ എല്ലാം ഒരേ ഭാഗത്ത് വരുന്ന ഇതിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. ബ്രൗൺ ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ ഇതിനായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻഡിലെ ഭാഗത്ത് ഇതുപോലൊരു ഡിസൈനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ വെച്ച് ഫില്ല് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ഇതിൽ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞാൻ മറ്റു വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, നമ്മളിത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അതായത് ഡ്രസ്സിനൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പെയിൻറ്റിൽ നമ്മൾ ഒരു കാരണവശാലും വാട്ടർ ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളത് അലക്കുമ്പം ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെറിയ ബ്രഷ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കോണൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കിൻ്റെ ഹെൽപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പം ഇളകി പോകില്ലെന്ന്. ഇല്ല കേട്ടോ, വാഷ് ചെയ്യുമ്പോൾ ഇതൊരു തരത്തിലും ഇളകി പോകത്തില്ല. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ 2 ഡ്രസ്സിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേക പരിശീലനമോ അങ്ങനെയൊന്നും നമുക്ക് എടുക്കേണ്ടതില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ചിത്രം വരക്കാൻ അറിയാത്തവരാണെങ്കിൽ കൂടി നമുക്കിത് ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ ഇത് നമുക്ക് ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. ഞാൻ മറ്റൊരു ഡ്രസ്സിൽ ബീഡ് വർക്ക് കാണിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല അടിപൊളി ലുക്കായിട്ട് ബീഡ് വർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ വീഡിയോ കാണുന്നവർ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ കോണൊക്കെ നല്ല കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ ബ്രഷാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ചെറിയ ബ്രഷ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിക്ക് വെച്ച് ചെയ്യുന്നത്. എൻ്റെ ബ്രഷ് അതിൻ്റെ കൊച്ച് ശരിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടുന്നില്ല, കറക്റ്റ് ആ കോൺ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റിക്ക് വെച്ച് ഫില്ല് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ ഈ പെയിൻറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ടോപ്പിലൊന്നും മറ്റെവിടെയും, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും ഇത് ആവാതെ സൂക്ഷിക്കുക. കാരണം ഇത് ഇളകി പോവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാബ്രിക് പെയിൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം വളരെ ചീപ്പ് റേറ്റേ ഇതിനുള്ളൂ. അപ്പോൾ റേറ്റിൻ്റെ ഇഷ്യൂ വരുന്നില്ല. ഈ ഡ്രസ്സ് ഞാൻ മേടിച്ചത് മിന്ത്രയിൽ നിന്നാണ്. കുറേ കാലം മുന്നേ മേടിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെയൊരു വർക്ക് ചെയ്യണമെന്ന് തോന്നി അത് വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സ്പ്രെഡായി പോയിട്ട് ആ കോലി ഇവിടെ വീണ് പോയി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്പ്രെഡായി. അത് കുഴപ്പമില്ല, നമുക്കത് വേറെ എന്തെങ്കിലും ഒരു ഡിസൈനിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. വൃത്തികേടാവുമല്ലോ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, ഞാനത് മറന്നു പോയതാണ് കേട്ടോ, ഇതുപോലൊരു പേപ്പർ അടിവശത്ത് വെക്കുക കേട്ടോ. കാരണം തിന്നായിട്ടുള്ള വശങ്ങളിലൊക്കെ ഈ പെയിൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡ് കൂടെ വരുമല്ലോ. അപ്പോൾ അത് മോശമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യമേ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു 2 സൈഡ് കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുക. സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രഷാണെങ്കിൽ ഇത് ചെറിയ നേരിയ ബ്രഷാണെങ്കിൽ ഇത് ഒന്നുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയാണേ. പിന്നെ നമ്മൾ ഈ പെയിൻറ്റ് ഒരുപാട് അങ്ങ് തിക്കായിട്ട് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാതിരിക്കുക. വളരെ തിന്നായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഈ പെയിൻറ്റ് കുറച്ച് പഴകിയതാണ്, അതുകൊണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പുതിയ പെയിൻ്റൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നല്ല തിന്നായിട്ടാണ് ഇരിക്കുക. ഇത് കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു കാറ്റൊക്കെ കടന്നിട്ട്. അപ്പോൾ വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറും ഈ ഒരു വൈറ്റും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്കിത് സെറ്റ് മുണ്ടിൽ, അതായത് സെറ്റ് പാവാടയും ബ്ലൗസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ സ്കർട്ടും ടോപ്പിൽ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് ഇതുപോലെ എന്തെങ്കിലും. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ സ്പ്രെഡായ ഭാഗത്ത് ഞാനിതാ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തു. എനിക്ക് ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം കേട്ടോ. കണ്ടില്ല, ആ ഒരു ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ബോർഡറും ഇതും തമ്മിൽ നല്ല മാച്ചിങ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ, കാരണം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ, ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഡ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം നല്ല പോലെ ഡ്രൈ ആയിട്ട് മാത്രമേ നമ്മളിത് എടുക്കാതെ കേട്ടോ. അതിന് ശേഷം ഈ ഡ്രസ്സ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് വശം ഒന്ന് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് തീർച്ചയായും ചെയ്യേണ്ടതാണ്. അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ പോകത്തില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫുൾ വ്യൂ കാണാം. കണ്ടില്ല, ഇതാണ് ഇത് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിനൊരു ജാക്കറ്റ് കൂടി വരുന്നുണ്ട്. കണ്ടില്ല, ഇതുപോലൊരു ജാക്കറ്റ് കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ നല്ല മാച്ചിങ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാതെ ഡിസൈൻ ചെയ്ത ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ. പിന്നെ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം ഇതുപോലെയൊക്കെ ചെയ്യുമ്പം അവർക്കതൊരു ഹാപ്പിനെസ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടേക്കാം കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയെങ്കിൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരയ്ക്കും. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.